എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ബട്ടർ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഇത് ഉരുക്കി നെയ്യാക്കി മാറ്റാം. ബട്ടറിനായിട്ട് ഇത്രയും ക്രീം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 മാസത്തെ ക്രീം ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചതാണ്. പാക്കറ്റ് പാലിൻ്റെ ക്രീം കൊണ്ട് ഇതുപോലെ ബട്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഞാനിവിടെ മിക്സിയിലാണ് ഈ ബട്ടർ ഉണ്ടാക്കിയെടുക്കുന്നത്. മിക്സിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ക്രീം നികന്നു വരുന്ന വിധത്തിൽ നല്ലവണ്ണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയിൽ ഏറ്റവും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് ബട്ടർ നമുക്ക് റെഡിയായിട്ട് കിട്ടും. ബട്ടർ റെഡിയായിട്ട് വരുന്നത് നമുക്ക് മിക്സിയുടെ അടപ്പേൽ നോക്കിയാൽ മനസ്സിലാകും. ഇതുപോലെ ബട്ടർ ഇങ്ങനെ മിക്സിയുടെ അടപ്പേൽ ഒട്ടിപ്പിടിച്ച് വരാൻ തുടങ്ങും. ബട്ടർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കൂടുതൽ സമയം മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ഉരുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ബട്ടർ നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഇതിനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ ബട്ടർ നമുക്ക് ബ്രെഡ് സ്പ്രെഡായിട്ടും ബട്ടർ ഐസിങ്ങിന് വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കാം. ഓരോ പാത്രത്തിലും എടുത്തു വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഓരോ പ്രാവശ്യവും ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഈ വെള്ളം മാറ്റിയിട്ട് പുതിയ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൽ കുറേ വെള്ളം കാണും. അത് നന്നായിട്ടൊന്ന് ഊറ്റിക്കളയണം. ബട്ടറെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഇതിലെ വെള്ളമെല്ലാം നീക്കിക്കളയണം. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ബട്ടറാണ്. ഇതിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ഉണ്ടാക്കിയെടുക്കാം. മേടിക്കുന്ന ബട്ടർ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണിത്. ഇതൊരു 10 ദിവസം മാത്രമേ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഇത് കേടാകാൻ തുടങ്ങും. അതിനു മുമ്പ് നമുക്കിത് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് നെയ്യാക്കി മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും. അതും ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.